Hello, welcome to my channel. 10th students in the Unit English Unit 1 Trials and Triumphs. First chapter, A Very Old Man with Enormous Wings, is a fantastic story by Gabriel Garcia Marquez. He is a famous Colombian novelist, short story writer, journalist, and he uses a famous style that is magic realism in his works. ആൻഡ് ഇതും ഒരു മാജിക് റിയലിസത്തിൻ്റെ ആ ഒരു ടെക്നിക്കുള്ള ഒരു വർക്കാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. മാജിക്കലായിട്ടുള്ള ഐഡിയാസിനെ റിയലിസ്റ്റിക്കലി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാജിക് റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് മൂവ് ചെയ്യാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഉച്ച സമയമായിരുന്നിട്ടും വെളിച്ചം ദുർബലമായിരുന്നു. പെലായോ, മെയിൻ ക്യാരക്ടർ, വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുറ്റത്തിൻ്റെ പിൻഭാഗത്ത് നീങ്ങുന്നതും ഞരങ്ങുന്നതും എന്താണെന്ന് കാണാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അതൊരു വൃദ്ധനാണെന്നും വളരെ പ്രായമായ ഒരാളാണെന്നും മനസ്സിലാക്കാൻ അയാൾക്ക് വളരെ അടുത്തു പോകേണ്ടി വന്നു. ആ മനുഷ്യൻ ചെളിയിൽ മുഖം താഴ്ത്തി കിടക്കുകയായിരുന്നു. കഠിനമായ പ്രയത്നങ്ങൾ നടത്തിയിട്ടും അയാളുടെ ഭീമാകാരമായ ചിറകുകൾ തടസ്സപ്പെടുത്തിയത് കാരണം അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഈ കാഴ്ച കണ്ട് ഭയന്ന് പെലായോ തൻ്റെ ഭാര്യ എലിസൻ്റെയെ വിളിക്കാൻ ഓടി. അവൾ രോഗിയായ അവരുടെ കുട്ടിയുടെ ശരീരത്തിൽ തുണി കൊണ്ട് അമർത്തി തടവുകയായിരുന്നു. അയാൾ അവളെ മുറ്റത്തിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. വീണുകിടക്കുന്ന ശരീരത്തിലേക്ക് അവർ രണ്ടുപേരും നോക്കി. പഴന്തുണികൾ പെറുക്കി വിൽക്കുന്ന ഒരു മനുഷ്യനെപ്പോലെയാണ് ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചിരുന്നത്. അയാളുടെ കഷണ്ടി തലയോട്ടിയിൽ കുറച്ച് നരച്ച മുടിയും വായിൽ ഏതാനും പല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ ദയനീയമായ അവസ്ഥ നനഞ്ഞു കുതിർന്ന ഒരു വല്യപ്പൂപ്പനെ പോലെ കാണപ്പെട്ടു. ആ വൃത്തികെട്ടതും പാതി പറിച്ചതുമായ അയാളുടെ കൂറ്റൻ ബസാർഡ് ചിറകുകൾ ചെളിയിൽ കുടുങ്ങിക്കിടന്നു. അവർ അടുത്തു ചെന്ന് വളരെ നേരം അയാളെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെ പെലായോയും എലിസൻ്റെയും അവരുടെ അതിശയത്തെ അതിജീവിച്ചു. അവസാനം അവർക്ക് അവൻ പരിചിതനെപ്പോലെ തോന്നി. അപ്പോൾ അവർ അയാളോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. ശക്തനായ ഒരു നാവികൻ്റെ ശബ്ദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ അയാൾ ഉത്തരം നൽകി. കൊടുങ്കാറ്റിൽ പെട്ടു തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ആളാണ് അയാൾ എന്ന നിഗമനത്തിൽ അവർ എത്തി. എന്നിട്ട് അവർ അയാളെ കാണാൻ അയൽക്കാരിയായ ഒരു സ്ത്രീയെ വിളിച്ചു. അവർക്ക് തെറ്റിയെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ അയൽക്കാരിക്ക് കഴിഞ്ഞു. അവനൊരു മാലാഖയാണ്, അവൾ അവരോട് പറഞ്ഞു. അദ്ദേഹം കുട്ടിയെ തേടി വന്നതാവാം, പക്ഷേ പാപം വളരെ പ്രായമായതിനാൽ മഴ അദ്ദേഹത്തെ വീഴ്ത്തിക്കളഞ്ഞു. പെലായോയുടെ വീട്ടിൽ മാംസവും രക്തവുമുള്ള ഒരു മാലാഖ ബന്ദിയാക്കപ്പെട്ടതായി എല്ലാവരും അറിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുഴുവനും അടുക്കളയിൽ നിന്നുകൊണ്ട് കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേത് പോലുള്ള ഒരു വടിയുമായി പെലായോ അയാളെ നിരീക്ഷിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൻ അയാളെ ചെളിയിൽ നിന്ന് വലിച്ചിറക്കി കോഴിക്കൂട്ടിൽ കൊണ്ട് കോഴികൾക്കൊപ്പം പൂട്ടി. കുറച്ച് സമയത്തിനു ശേഷം പനി മാറി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ കുട്ടി ഉണർന്നു. അപ്പോൾ അവർക്ക് മഹാമനസ്കത തോന്നി. മാലാഖയെ ശുദ്ധജലവും 3 ദിവസത്തേക്കുള്ള ഭക്ഷണവുമുള്ള ഒരു ചങ്ങാടത്തിൽ കയറ്റി അയാളുടെ വിധിക്ക് സമുദ്രത്തിൽ വിടാൻ അവർ തീരുമാനിച്ചു. എന്നാൽ പുലർകാല വെളിച്ചത്തിൽ അവർ മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അയൽവാസികളെല്ലാം കോഴിക്കൂടിന് മുന്നിൽ മാലാഖയുമായി ഉല്ലസിക്കുന്നത് കണ്ടു. കോഴിക്കൂടിൻ്റെ വിടവുകളിലൂടെ സന്ദർശകർ അയാൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു. അയാൾ ഒരു അമാനുഷിക ജീവിയില്ല, ഒരു സർക്കസ് മൃഗമാണ് എന്ന പോലെയായിരുന്നു ഇത്. തടവിലാക്കപ്പെട്ട മാലാഖയെക്കുറിച്ചിട്ടുള്ള വാർത്ത വളരെ വേഗത്തിൽ പരന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുറ്റത്ത് ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ദമ്പതികൾക്ക് സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. മുറ്റം വേലികെട്ടി അടച്ച് മാലാഖയെ കാണാൻ 5 സെൻറ്റ് പ്രവേശന ഫീസ് ഈടാക്കാൻ അവർക്ക് ആശയം തോന്നി. അങ്ങനെ ദൂരെ നിന്ന് മാലാഖയെ കാണാൻ ആളുകൾ എത്തിച്ചേർന്നു. ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യകരമായ ആൾക്കാർ, ഭിന്നശേഷിക്കാർ, ഇവരെല്ലാ പേരും ആരോഗ്യം തേടി സൗഖ്യം തേടി മാലാഖയുടെ അടുത്തേക്ക് എത്തി. പെലായോയും എലിസൻ്റെയും സന്തോഷത്താൽ അവർ ഭയങ്കരധികം ഉത്സാഹപൂർണമായി മാറി. ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ തങ്ങളുടെ മുറികൾ പണം കൊണ്ട് തിക്കി നിറച്ചു. എന്നിട്ടും ഊഴം കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ നിര അതിർത്തിക്കപ്പുറത്തുമെത്തി. മാലാഖ മാത്രമാണ് സ്വന്തം പ്രവൃത്തിയിൽ ഒരു പങ്കും വഹിക്കാതിരുന്നത്. കടം വാങ്ങിയ കുട്ടിയിൽ സ്വസ്ഥമായി കഴിയാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം സമയം ചെലവഴിച്ചു. ആദ്യം അവർ അയാളെ കുറച്ച് പാറ്റ ഗുളികകൾ കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വഴുതനങ്ങ കഞ്ഞി അല്ലാതെ മറ്റൊന്നും അയാൾ കഴിച്ചില്ല. അയാളുടെ ഏക അമാനുഷികമായ ഗുണം ക്ഷമയാണെന്ന് തോന്നി.
അയാളുടെ ചിറകുകളിലെ പരാന്നഭോജികളെ തിരഞ്ഞുകൊണ്ട് കോഴികൾ കൊത്തുമ്പോൾ അയാൾ തികച്ചും ശാന്തനായിരുന്നു. വീണ്ടും ഭിന്നശേഷിക്കാർ തങ്ങളുടെ കൈകാലുകളിൽ സ്പർശിക്കുവാനായി അയാളുടെ തൂവലുകൾ പറിച്ചെടുത്തപ്പോഴും അയാൾ ക്ഷമിച്ചു. ഏറ്റവും അധികം കരുണയുള്ളവൻ പോലും അയാൾക്ക് നേരെ കല്ലെറിഞ്ഞപ്പോഴും അയാൾ ക്ഷമയോടെയിരുന്നു. അവർ അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. ആ ദിവസങ്ങളിൽ ഒരു യാത്രാ പ്രദർശനം നഗരത്തിലെത്തിയിരുന്നു. ഇടിയും മിന്നലുമേറ്റ് ചിലന്തിയായി മാറിയ ഒരു സ്ത്രീയായിരുന്നു പ്രധാന ആകർഷണം. മാലാഖയെ കാണാനുള്ള ഫീസിനേക്കാൾ കുറവായിരുന്നു അവളെ കാണാനുള്ള പ്രവേശന ഫീസ്. അതിനാൽ അവളെ കാണാൻ ആളുകൾ കൂട്ടമായി ഒഴുകിയെത്തി. അവളുടെ മോശം അവസ്ഥയെക്കുറിച്ചിട്ടുള്ള എല്ലാതരം ചോദ്യങ്ങളും അവരോട് ചോദിക്കുവാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. വീട്ടുടമസ്ഥർക്ക് വിലപിക്കാൻ കാരണമുണ്ടായിരുന്നില്ല. തങ്ങൾ സ്വരൂപിച്ച പണം കൊണ്ട് പെലായോയും ഭാര്യയും ഒക്കെ ബാൽക്കണികളും പൂന്തോട്ടങ്ങളുമുള്ള ഒരു ഇടിനില മാളിക പണിതു. മഞ്ഞുകാലത്ത് ഞണ്ടുകൾ കടക്കാതിരിക്കാൻ ഉയർന്ന വലകളും മാലാഖമാർ കടക്കാതിരിക്കാൻ ജനാലകളിൽ ഇരുമ്പു കമ്പികളും ഉണ്ടായിരുന്നു. പെലായോ ഒരു മുയലിൻ കൂടും സ്ഥാപിച്ചു. ജയിൽ ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്നേക്കുമായി ഉപേക്ഷിച്ചു. എലിസണ്ട ഉയർന്ന ഹീലുകളുള്ള കുറേ സാറ്റിൻ ഷൂകളും ചിത്രവർണ്ണങ്ങളുള്ള സിൽക്കിൻ്റെ നിരവധി വസ്ത്രങ്ങളും വാങ്ങി. കോഴിക്കൂട് മാത്രമാണ് ആരും ശ്രദ്ധിക്കാതിരുന്നത്. കോഴിക്കൂട്ടിലെ കോഴിക്കാഷ്ടത്തിൻ്റെ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധം പുതിയ വീടിനെ പഴയതാക്കി മാറ്റുകയായിരുന്നു. കുട്ടി നടക്കാൻ പഠിച്ചപ്പോൾ ആദ്യമൊക്കെ കോഴിക്കൂട്ടിനടുത്തെത്താതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. പിന്നീട് അവരുടെ ഭയം മാറിത്തുടങ്ങുകയും ഗന്ധം ശീലമായി തീരുകയും ചെയ്തു. കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് മുളയ്ക്കുന്നതിന് മുമ്പ് കമ്പികൾ അടർന്നു വീഴുന്നതിനാൽ അവൻ കളിക്കാൻ കോഴിക്കൂട്ടിലേക്ക് പോയി. ഇരുവർക്കും ഒരേ സമയം ചിക്കൻ പോക്സ് ബാധിച്ചു. കുട്ടിയെ പരിചരിച്ച ഡോക്ടർക്ക് മാലാഖയുടെ ഹൃദയം പരിശോധിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കുവാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ വളരെയധികം വിസിലിംഗ് ശബ്ദങ്ങളും വൃക്കകളിൽ നിരവധി ശബ്ദങ്ങളും അദ്ദേഹം കണ്ടെത്തി. എന്നിരുന്നാലും അദ്ദേഹത്തെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് അയാളുടെ ചിറകുകളുടെ യുക്തിയാണ്. പൂർണ്ണമായ ആ മനുഷ്യ ശരീരത്തിൽ അവ തികച്ചും സ്വാഭാവികമായി കാണപ്പെട്ടു. മറ്റു ആളുകൾക്ക് അവ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുട്ടിക്ക് സ്കൂൾ തുടങ്ങിയപ്പോഴേക്കും വെയിലും മഴയും കാരണം കോഴിക്കൂട് തകരുകയായിരുന്നു. വഴിതെറ്റി മരണാസന്നനായ ഒരു മനുഷ്യനെ പോലെ മാലാഖ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിഴയുകയായിരുന്നു. അയാൾ ഒരേ സമയം പല സ്ഥലങ്ങളിലുള്ളതായി കാണപ്പെട്ടു. അയാൾ വിരളമായി മാത്രം ഭക്ഷണം കഴിച്ചു. അയാളുടെ കണ്ണുകളുടെ കാഴ്ച മങ്ങിയിരുന്നു. അതിനാൽ അയാൾ പോസ്റ്റുകളിൽ ഇടിച്ചു. പെലായോ ഒരു പുതപ്പ് അയാൾക്ക് എറിഞ്ഞു കൊടുത്ത് ഷെഡിൽ ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ മാത്രമാണ് അയാൾക്ക് രാത്രിയിൽ പനിയുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചത്. അയാൾ മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവർ പരിഭ്രാന്തരായി. എന്നിട്ടും അയാൾ തൻ്റെ ഏറ്റവും കഠിനമായ ശൈത്യകാലത്തെ അതിജീവിക്കുക മാത്രമല്ല, വേനലിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ മെച്ചപ്പെട്ടതായി കാണുകയും ചെയ്തു. മുറ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂലയിൽ കുറേ ദിവസങ്ങളിൽ അയാൾ അനങ്ങാതെ കിടന്നു. ഡിസംബർ ആരംഭിച്ചപ്പോൾ അയാളുടെ ചിറകുകളിലെ വലിയ വലിയ കട്ടിയുള്ള തൂവലുകൾ വളരാൻ തുടങ്ങി. അവ ഒരു നോക്കുകുത്തിയുടെ ചിറകുകൾ പോലെ കാണപ്പെട്ടു. ഒരു ദിവസം രാവിലെ എലിസണ്ട ഉച്ചഭക്ഷണത്തിനായി ഉള്ളിക്കുലകൾ മുറിക്കുമ്പോൾ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശി. അപ്പോൾ അവൾ ജനാലയിലരികിലേക്ക് ചെന്നു. അതിപ്പോൾ മാലാഖ പറക്കാനുള്ള തൻ്റെ ആദ്യ ശ്രമത്തിലായിരുന്നു. വായുവിൽ പറന്നുയരാൻ കഴിയാതെ ഷെഡിലിടിച്ച് താഴെ വീഴുന്ന അവസ്ഥയിലായി. എന്നാൽ അതിനുശേഷം ഉയരത്തിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവസാനത്തെ വീടുകളുടെയും മുകളിലൂടെ അയാൾ കടന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ എലിസണ്ട അവൾക്ക് വേണ്ടിയും അയാൾക്ക് വേണ്ടിയും ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പിട്ടു. പ്രായമായ ഒരു കഴുകൻ്റെ അപകടകരമായ ചിറകടിയോടെ ഒരു വിധത്തിൽ അയാൾ സ്വയം പിടിച്ചു നിൽക്കുകയായിരുന്നു. ഉള്ളി മുറിക്കുമ്പോഴും അവൾ അയാളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അയാൾ കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ അവൾ നോക്കി നിന്നു. ഇനി ഒരിക്കലും അയാൾ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിരുന്നില്ല, മറിച്ച് കടലിൻ്റെ ചക്രവാളത്തിൻ്റെ ഒരു സാങ്കല്പിക ബിന്ദുവായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ഗബ്രിയൽ ഗാർഷ്യ മാർക്കിസിൻ്റെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്.